ഹായ് എല്ലാ പ്രിയമുള്ള സുഹൃത്തുക്കളും വിഷ് ഹാപ്പി ന്യൂ ഇയർ. 2025 തുടങ്ങി കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പോയതുപോലെ 2024 നമ്മളെ വിട്ടുപോയി. ഓരോ വർഷവും മാറുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ വർഷം വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ മുമ്പുള്ളവർ പറയും. ശരി, എന്തായിരുന്നാലും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, എന്ന് ആശംസിക്കാം. കാക്കനാട്ടെ NCC ക്യാമ്പിനിടയിൽ കേണൽ പദവിയുള്ള NCC ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റ സംഭവത്തിൽ കടുത്ത വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സൈനികർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കാറില്ല. പട്ടാളക്കാരെ പട്ടിക്ക് തുല്യം കാണുന്ന ഒരു ജനതയായിട്ടാണ് ഈ കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഒരുപാട് സൈനികർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങളിലൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. രാജ്യം കാക്കുന്ന പട്ടാളക്കാരനെ തൊട്ടാൽ തൊട്ടവന് പൊള്ളും എന്ന് കാണിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള നിയമം നമ്മുടെ നാട്ടിൽ വേണം. കേരള 21 NCC ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കർണയിൽ സിംഗ് അദ്ദേഹമാണ് മർദ്ദനത്തിനിരയായത്. പ്രതികളെ ശിക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് ഒഴിയണം. പ്രതികൾക്കെതിരെ കേരള പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പോലീസും സർക്കാരും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ നീതിക്കായി താൻ കോടതിയെ സമീപിക്കും. മുഖ്യമന്ത്രി മുതൽ പ്രധാന അധ്യാപകൻ വരെയും പ്രാദേശിക പോലീസ് വരെയും തങ്ങളുടെ ഡ്യൂട്ടി മറന്നത് നാണക്കേടാണ്. ഹമാസിനെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച കേരളം രാജ്യത്തെ ഏറെ ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിച്ച സേനയെ അപമാനിച്ചു എന്നാണ് കേന്ദ്രമന്ത്രിയുടെ ട്വീറ്റ്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പള്ളുരുത്തി സ്വദേശികളായ നിഷാദ്, നവാസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇരുവരും ക്യാമ്പിനെത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ്. NCC ഓഫീസർക്ക് മർദ്ദനമേറ്റു എന്ന പരാതിയിലാണ് നടപടി. സ്ഥലത്തെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ആർമി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ അറസ്റ്റ് വൈകുന്നതിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് നടപടി. ഈ മാസം 24-ാം തീയതിയാണ് തൃക്കാക്കര KMM കോളേജിലെ NCC ക്യാമ്പിൽ കേഡറ്റുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിൽ 600ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. ക്യാമ്പിൽ നിന്നും 23-ാം തീയതി ഉച്ചഭക്ഷണം കഴിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അതിന് പിന്നാലെ നിരവധി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നാണ് ക്യാമ്പിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിന് പിന്നാലെ NCC ക്യാമ്പ് പിരിച്ചുവിടുകയും അന്വേഷണത്തിന് ബ്രിഗേഡിയർ റാങ്കിലുള്ള ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. സൈനികനെ കൈവച്ച ഈ അക്രമ സംഭവത്തിൽ രാജ്യസ്നേഹികളായ അനേകം പേരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ ഏറെ നാണക്കേടോടെ, സങ്കടത്തോടെ, അതിലൊക്കെ ഉപരി രോഷത്തോടെയാണ് ഈ വിഷയം നിങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ 2024 അവസാന ദിവസത്തിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ സൈനികനെ വ്യക്തിയോട് ചേർത്ത് നിർത്തി 2 പേരെ നല്ല രൂപത്തിൽ മർദ്ദിക്കുകയും കുറെ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം ക്ഷമ പറയുകയും അദ്ദേഹം ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയും ചെയ്യുന്നതാണ് വിഷ്വൽ. ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. ട്വിറ്ററിൽ, എക്സില് ഇത് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അതേപോലെ മറ്റ് ചില BJP നേതാക്കന്മാരൊക്കെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ, ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കിയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? തൃക്കാക്കരയിലെ ഒരു NCC ക്യാമ്പാണ് രംഗം. രാത്രി അവിടെ അതിക്രമിച്ച് കയറിയ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്ന ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. അവർ
അവിടെ ചെന്നത് ആ ക്യാമ്പിലുണ്ടായ ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ്, അതിനെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. വളരെ സ്വാഭാവികമാണ്. ഒരു NCC ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു, അതിൽ കുറെ ആൾക്കാരെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടുത്തെ അടുക്കളയിൽ എന്താണ് പ്രശ്നം എന്ന് നാട്ടുകാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവിടെ ചോദിക്കാൻ ചെല്ലുക, അവർക്ക് ആശങ്കയുണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ അതിനപ്പുറമുള്ള കാര്യമല്ലേ അവിടെ നടന്നത്. അവിടെ ചെന്ന് കയറിയ ആൾക്കാർ ആരും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഫോർട്ട് കൊച്ചിക്കാരനായ നിഷാദിനും പള്ളുരുത്തിക്കാരനായ നവാസിനും ചെയ്യാൻ തോന്നിയത്? നിങ്ങൾ നോക്കുക, വളരെ കൃത്യമായി നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരാൾ യൂണിഫോം ഇട്ട ആ പട്ടാള ഉദ്യോഗസ്ഥനെ, സൈനിക ഉദ്യോഗസ്ഥനെ പുറകിൽ നിന്ന് കാലുകൊണ്ട് ചവിട്ടുകയാണ്. മറ്റേയാൾ അതിനുമപ്പുറം പോയി കഴിഞ്ഞു. അയാൾ ഒരു മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് ഈ മനുഷ്യന്റെ വയറ്റത്ത് കുത്താൻ ശ്രമിക്കുന്നതായിട്ട് FIR-ലുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴുത്തിന് പിടിച്ച് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ പട്ടാള ഉദ്യോഗസ്ഥനെ, ലഫ്റ്റനന്റ് കർണൽ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് അവാർഡുകളും മെഡലും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തെ കഴുത്തിന് പിടിച്ച് സിനിമ സ്റ്റൈലിൽ ഉയർത്താൻ ശ്രമിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന നവാസും നിഷാദും അവിടെ കാട്ടിക്കൂട്ടിയതാണ് നമ്മൾ കാണുന്നത്. ഇതിനപ്പുറം അവിടെ നടക്കുമായിരുന്നു ആ പോലീസുകാരൻ സമയത്തോടെ വന്നില്ലായിരുന്നെങ്കിൽ. ഒരുപക്ഷെ വീഡിയോ ദൃശ്യങ്ങളിൽ പകർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞിട്ടാകുമായിരുന്നു വാർത്തകളിൽ പ്രചരിക്കുക. ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ടും എല്ലാവരും എന്ത് സംഭവം പെട്ടെന്ന് തന്നെ സ്വന്തം മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യഗ്രത നമ്മുടെ നാട്ടിൽ സാർവത്രികമായതുകൊണ്ടും ഒരുപക്ഷെ തെളിവ് കിട്ടിയെന്ന് പറയാം. ഇവർ തീർച്ചയായിട്ടും ഈ പട്ടാള ഉദ്യോഗസ്ഥനെ ആക്രമിക്കണം, പരിക്കേൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഇവരത് ചെയ്തതെന്ന് വളരെ വ്യക്തം. ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ അതിന്റെ മറവിൽ ഭാരതത്തിന്റെ സൈന്യത്തോടുള്ള ദേഷ്യമാണ് ഇവർ പ്രകടിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും ഉറപ്പിച്ചത് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുമ്പ് വിഘ്നേഷ് എന്നും വിഷ്ണു എന്നും പറയുന്ന രണ്ട് സഹോദരങ്ങൾ, ഒരാള് പോലീസിലേക്ക് PSC എഴുതി കഴിഞ്ഞു, അയാള് മെമ്മോ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തി, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തി, മറ്റവൻ സൈനികനാണ് വിഷ്ണു. ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അനസ് മുഹമ്മദ് എന്ന വ്യക്തി പറഞ്ഞത്, കാഞ്ചി വലിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ട, ഇതായിരുന്നു അയാൾ ആക്രോശിച്ചത്. അപ്പോ കാഞ്ചി വലിച്ചാൽ എന്താണ് കുഴപ്പം? എന്നിട്ട് ഈ അനസ് മുഹമ്മദിന്റെ ഫുൾ പേര് പോലും മാധ്യമങ്ങൾ കൊടുക്കാതെ അനീഷ് എന്ന് കൊടുത്തു. കാരണം അനസ് എന്ന് കൊടുത്താൽ ആളുകൾക്ക് അയാളുടെ മതം മനസ്സിലാകും, അയാളുടെ പേരും അയാളുടെ ഇന്റൻഷനും മനസ്സിലാകും, ഇന്ത്യൻ ആർമിയോടുള്ള അയാളുടെ വൈരാഗ്യത്തിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാകും. ബംഗ്ലാദേശികളോടും പാകിസ്ഥാനികളോടും അഫ്ഗാനികളോടുമുള്ള ഇയാളുടെ അടങ്ങാത്ത വിസ്മയ പോരാളി പ്രേമമാണ് അണപൊട്ടി പുറത്തു വന്നത്. അതുകൊണ്ടാണ് കാഞ്ചി വലിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ട എന്ന് ആക്രോശിക്കാനുള്ള കാരണം. അല്ലാതെ ഇവന്റെ അമ്മാവന്റെ മോനെ ആക്രമിച്ചത് കൊണ്ടല്ല. അങ്ങനെ ആ വിഷ്ണുവിനെ വളരെ ക്രൂരമായ രൂപത്തിലായിരുന്നു ഇവരാക്രമിച്ചത്. ആ കേസ് എവിടെ എത്തി? ഇനി ഇന്ത്യൻ മിലിറ്ററിക്ക് അവരുടെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിന് ഇറങ്ങേണ്ടി വരുമോ? ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ ചെല്ലുന്ന ഏതെങ്കിലും കേരള പോലീസിന്റെ ഒരു ഉദ്യോഗസ്ഥനെ ആയിരുന്നു അവിടെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യുമോ എന്ന് സംശയമാണ്. ഏതെങ്കിലും ഒരു സ്കൂൾ അധ്യാപകനെയാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് സംശയമാണ്. ഇത് പട്ടാളത്തോടുള്ള, ആർമിയോടുള്ള ആ ഒരു വിരോധം തന്നെയാണ്. കേരളത്തിൽ അങ്ങനെ ആർമിയോട് വിരോധമില്ല എന്നും ആർമിക്കാരുമായി ഒരു ഏറ്റുമുട്ടലും ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയരുത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. 2006 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിൽ ചെന്ന് പട്ടാളത്തോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട, കാശ്മീരിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇതേപോലെയുള്ള അനേകായിരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴായി ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കേരളം എന്തുകൊണ്ടാണ് കേന്ദ്രഭരണ പ്രദേശമാകാത്തത് എന്ന് ആഗ്രഹിക്കുന്നത്, എന്ന് ചോദിക്കുന്നത്. കാരണം ഇത്രയും മോശപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരനുമേൽ കൈവച്ചിട്ട് ഈ സൈനിക കൂട്ടായ്മ എന്തെങ്കിലും രൂപത്തിൽ പ്രതികരിച്ചോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഏതെങ്കിലും രൂപത്തിൽ പ്രതികരിച്ചോ? ഏതു വിഷയം എവിടെ നടന്നാലും പ്രതികരിക്കുന്ന കുറച്ച് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്നവരും എഴുതുന്നവരും കവിത എഴുതി പ്രതികരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരനെ കയ്യേറ്റം ചെയ്ത 2 പേരുടെ മതമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് 2 വരി എഴുതി ആ പട്ടാളക്കാരനോട് ഐക്യപ്പെടാൻ
എത്ര പേര് മുന്നോട്ട് വന്നു. ഇതുപോലെയുള്ള സംഭവങ്ങളിൽ മൃദു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഇനിയും ഈ കാട്ടാള ഭരണത്തിൽ പട്ടാളക്കാര് മാത്രമല്ല സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. കാരണം കേരളത്തിൽ സൈനികർ ആക്രമിക്കപ്പെടുന്നു, പോലീസ് ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുന്നു എന്ന സാഹചര്യമാണെങ്കിൽ, അവർക്കൊരു ശിക്ഷയും മാതൃകാപരമായി ലഭിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പലപ്പോഴും കണ്ടതാണ് മുമ്പ് ഐലൻഡില് പോലീസുകാര് മിലിറ്ററി ആക്രമിച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി മിലിറ്ററി നിയമം പാസ്സാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. പഞ്ചാബിലും നമ്മൾ അതേപോലെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. വേദനാജനകമായ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നതിൻ്റെ അർത്ഥം കേരളം മതതീവ്രവാദത്തിന് യൂണിവേഴ്സിറ്റിയായി മാറിക്കഴിഞ്ഞു എന്നാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യൻ മിലിറ്ററിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണം ഡൽഹിയിൽ കൊണ്ടുപോയി ഈ വ്യക്തികളെ വിചാരണ ചെയ്യുകയും ഇതിനിവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് പുറത്തു വരണം. അവരാ ചെയ്തത് എന്തിൻ്റെ പേരിലാണ് എന്ന് മാതൃകാപരമായി അവരെ ശിക്ഷിക്കുന്ന ഒരു രീതിയും ഉണ്ടാകണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ, ഹിന്ദു ഇവരെ ഇല്ലാതാക്കുക. ഇന്ത്യൻ മിലിറ്ററി, യോഗി, മോദി, അമിത്ഷാ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ചില രീതികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിന് ഈ കേരളത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇനിയും കോടതിയിൽ കേസ് കൊടുത്ത് വിധിയൊക്കെ സമ്പാദിച്ച് ഈ രാജ്യം കാക്കുന്ന പട്ടാളക്കാർ അവരുടെ നീതിക്കു വേണ്ടി, അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുമോ? ഇതുപോലെയുള്ള സംഭവങ്ങളിൽ സെക്കൻഡുകൾ കൊണ്ട് ആക്ഷൻ എടുക്കാനുള്ള സംവിധാനമാണ് എല്ലാ രാജ്യത്തും ഉള്ളത്. അതിനാണല്ലോ കേന്ദ്ര ഗവൺമെന്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭാരതം മുഴുവൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ഇനിയെങ്കിലും ഭാരതീയർക്ക് തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കാൻ സാധിക്കുന്ന രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകണം, മാതൃകാപരമായ ശിക്ഷയുണ്ടാകണം. സർദാർ വല്ലഭായി പട്ടേലിനെയൊക്കെ ഈ സാഹചര്യത്തിൽ ഓർത്തു പോകുന്നു. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി.